സിനിമാ അഭിനേതാക്കളുടെ സംഘടനയായ അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചരിത്രത്തിൽ ആദ്യമായി ഒരു വനിത എത്തുമോ? ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് പിന്നാലെ സ്ത്രീകളോടുള്ള സമീപനത്തിൽ നിശിത വിമർശനം നേരിട്ട താരസംഘടനയെ നയിക്കാൻ ഒരു വനിത തന്നെ എത്തുന്നതിനുള്ള വഴിയൊരുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിൽ പ്രമുഖർ ശ്വേതാ മേനോനും ജഗദീഷുമാണ്. തെരഞ്ഞെടുപ്പിൽ നിന്ന് ജഗദീഷ് പിന്മാറിയേക്കുമെന്നാണ് ഇപ്പോഴത്തെ സൂചനകൾ. അമ്മയുടെ തലപ്പത്തേക്ക് മത്സരമല്ലാതെ തന്നെ ഒരു വനിത എത്തുമെന്ന് വേണം നമ്മൾ കരുതണോ? ആദ്യം RDX റാം. ശ്വേതാ മേനോനും ജഗദീഷും തമ്മിൽ നേർക്കുനേർ പോരാട്ടത്തിനായിരുന്നു സാധ്യത. എന്നാൽ 2 ദിവസം ശേഷിക്കെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നൽകിയ പത്രിക പിൻവലിച്ച് ജഗദീഷ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറും എന്നാണ് സൂചന. ശ്വേതാ മേനോന് പിന്തുണ നൽകാനാണ് ആലോചിക്കുന്നത്. 2021 ജഗദീഷ് വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ പത്രിക നൽകിയിരുന്നു. 2 വനിതാ സ്ഥാനാർത്ഥികൾ അന്ന് പത്രിക നൽകിയതിനെ തുടർന്ന് പിന്നീട് പിന്മാറി. ഇന്നസെന്റിന്റെ ആവശ്യപ്രകാരമായിരുന്നു പിന്മാറ്റം. സ്ത്രീകൾക്കെതിരെ അന്ന് മത്സരിക്കാതെ ഇന്ന് മത്സരിക്കുമ്പോൾ അത് തെറ്റായ സന്ദേശം നൽകുമെന്ന വിലയിരുത്തലിലാണ് പിന്മാറാനായുള്ള ആലോചനകൾ നടക്കുന്നത്. വ്യാഴാഴ്ചയാണ് പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവരുമായി കൂടിയാലോചിച്ച് 2 ദിവസത്തിനകം തീരുമാനമെടുക്കാനാണ് സാധ്യത. പിന്മാറിയേക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതിനു പിന്നാലെ ജഗദീഷിനെ അഭിനന്ദിച്ച് നിർമ്മാതാവ് സാന്ദ്ര തോമസ് രംഗത്തെത്തി. വനിതയ്ക്കെതിരെ മത്സരിക്കാതെ തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറി നിൽക്കുന്നത് വെള്ളി വെളിച്ചം പോലെ തിളങ്ങുന്ന തീരുമാനമാണെന്ന് സാന്ദ്ര ഫേസ്ബുക്കിൽ കുറിച്ചു. ഓഗസ്റ്റ് 15-നാണ് അമ്മയിൽ തെരഞ്ഞെടുപ്പ്. RDX റാം, ന്യൂസ് മലയാളം. നേരത്തെ പറഞ്ഞല്ലോ, ശ്വേതാ മേനോനും ജഗദീഷും ഉൾപ്പെടെ 6 പേരാണ് മത്സരരംഗത്തുള്ളത്. രവീന്ദ്രൻ, ജയൻ ചേർത്തല, ദേവൻ, അനൂപ് ചന്ദ്രൻ എന്നിവരാണ് മറ്റ് 4 പേർ. രവീന്ദ്രനും പിന്മാറും, അത് നേരത്തെ തന്നെ അറിയിച്ചിട്ടുണ്ട്. അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് മാത്രമായിരിക്കും രവീന്ദ്രൻ മത്സരിക്കുക. പത്രിക പിൻവലിക്കേണ്ട അവസാന തീയതി ജൂലൈ 31. തെരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് 15-നാണ്. മത്സരമില്ലാതെ ശ്വേതാ മേനോനെ അമ്മ പ്രസിഡന്റ് ആക്കുന്നതും ചർച്ചകളിലുണ്ട്. തെരഞ്ഞെടുപ്പ് 6 ഭാരവാഹികളും 11 എക്സിക്യൂട്ടീവ് അംഗങ്ങളും ഉൾപ്പെടുന്ന 17 അംഗ ഭരണസമിതിയിലേക്കാണ്. സമർപ്പിക്കപ്പെട്ടത് 74 പത്രികകളാണ്. 64 സ്വീകരിച്ചു. വിവിധ പോസ്റ്റുകളിലേക്കായി മത്സരിക്കാനുള്ളത് 25 പേരാണ്. ബാബുരാജ് പിന്മാറണമെന്ന് വിജയ് ബാബു ഇതിനിടെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് മത്സരിക്കുന്നതിൽ ബാബുരാജ് പിന്മാറണം എന്നാണ് വിജയ് ബാബുവിന്റെ ആവശ്യം. ബാബുരാജിനെതിരെ 1-ലധികം കേസുകൾ ഉള്ളതിനാൽ മാറി നിൽക്കണം എന്ന് വിജയ് ബാബു ആവശ്യപ്പെട്ടു. തനിക്കെതിരെ ആരോപണം ഉയർന്നപ്പോൾ മാറി നിന്നിരുന്നു എന്നും ഓർമ്മപ്പെടുത്തി. നിരപരാധിത്വം തെളിയിച്ചതിന് ശേഷം തിരിച്ചു വരാം. നയിക്കാൻ കഴിവുള്ളവർ വേറെയുമുണ്ട്. എന്തിനാണ് ഇത്ര തിടുക്കം എന്നാണ് വിജയ് ബാബു ചോദിക്കുന്നത്. സംഘടന എന്നത് വ്യക്തിയേക്കാൾ വലുതാണ് എന്നും വിജയ് ബാബു ഓർമ്മിപ്പിക്കുന്നു. ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന മറ്റുള്ളവർ അനൂപ് ചന്ദ്രൻ, രവീന്ദ്രൻ, ജയൻ ചേർത്തല, കുക്കു പരമേശ്വരൻ എന്നിവരാണ് എന്നും ഞാൻ നേരത്തെ പറഞ്ഞു. ബാബുരാജ് ഇതിനിടെ ചതിയനാണ് എന്ന ആരോപണവുമായി സരിത S. നായർ രംഗത്തെത്തിയിട്ടുണ്ട്. തന്റെ ചികിത്സയ്ക്കായി മോഹൻലാൽ കൊടുത്തുവിട്ട തുക ബാബുരാജ് തട്ടിച്ചു എന്നാണ് ആരോപണം. മോഹൻലാൽ നൽകിയ പണം ഉപയോഗിച്ച് ബാബുരാജ് KFCയിലെ സ്വന്തം ലോൺ കുടിശ്ശിക തീർത്തു എന്ന ആരോപണമാണ് സരിത S. നായർ ഉന്നയിക്കുന്നത്. ഈ ആരോപണ വിധേയർ മാറണോ? ആരോപണ വിധേയർ മത്സരിക്കുന്നതിൽ സംഘടനയ്ക്കുള്ളിൽ തന്നെ വലിയ ഭിന്നാഭിപ്രായം ഉണ്ടായിട്ടുണ്ടല്ലോ. മാറി നിൽക്കേണ്ട എന്നാണ് അൻസിബയും സരയുവും ഒക്കെ പറയുന്നത്. മാറി നിൽക്കണമെന്ന് അനൂപ് ചന്ദ്രനും മത്സരരംഗത്തുള്ളയാളാണ്, അയാൾ ആവശ്യപ്പെട്ടിരിക്കുന്നു. അനൂപ് ചന്ദ്രൻ എന്ന നടനും ആവശ്യപ്പെട്ടിരിക്കുന്നു. ആരോപണം നേരിട്ട ബാബുരാജ് മാറി നിൽക്കേണ്ടതായിരുന്നു എന്ന് മാലാ പാർവതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ദിലീപ്, വിജയ് ബാബു, സിദ്ദിഖ് എന്നിവർ മാറി നിന്നത് ഓർമ്മിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നടി. മോഹൻലാൽ രാജിവെച്ചത് ബാബുരാജ് മാറി നിൽക്കാത്തതിനാലാണ് എന്ന് ഉള്ള വിലയിരുത്തലുകളും ഉണ്ടാവുന്നുണ്ട്. ജഗദീഷ് പൊതുസമൂഹത്തിന് സ്വീകാര്യനാണ്, സംഘടനയെ പ്രതിസന്ധിയിൽ സഹായിച്ചില്ല എന്നുള്ള ആരോപണവുമുണ്ട്. മുൻനിര താരങ്ങൾ ഇല്ലാത്ത ഒരു ഇലക്ഷനാണിത് എന്ന പ്രത്യേകതയുണ്ട്. താരസംഘടന ഇത്തവണ ഇലക്ഷനെ നേരിടുന്നത് മുൻനിര താരങ്ങൾ മത്സരരംഗത്തില്ലാതെയാണ്. അമ്മ ഭാരവാഹി സ്ഥാനത്തേക്ക് വരാൻ താല്പര്യപ്പെടാത്ത മുൻനിര താരങ്ങളാണ് മിക്കവരും. ശക്തമായ ആരോപണങ്ങൾ ഉയർന്ന പശ്ചാത്തലത്തിൽ സംഘടന ഏറ്റെടുക്കാനില്ല എന്നാണ് താരങ്ങൾ പറയുന്നത്. മുൻനിര താരങ്ങളില്ലാത്ത കമ്മിറ്റി സംഘടനയുടെ തുടർ പ്രവർത്തനങ്ങൾക്ക് തിരിച്ചടിയാകുമെന്നുള്ള ചർച്ചകളും വിലയിരുത്തലുകളും ഒക്കെ ഈ ഘട്ടത്തിൽ ഉണ്ടാകുന്നുമുണ്ട്. സനീഷ, ഇപ്പോൾ ഇതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി അവസാന ഘട്ടം എത്തുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ആരോപണ വിധേയർ മാറി നിൽക്കണം. അതിൽ പ്രധാനമായും ബാബുരാജിനെതിരെയാണ് ഈ ആവശ്യം ഉയരുന്നത്. അത് ന്യായമായ ഒരു ആവശ്യമല്ലേ? നിശ്ചയമായിട്ടും ആരോപണ വിധേയർ മാറി നിൽക്കണം എന്ന് പറഞ്ഞാൽ ആരും സംഘടനയെ നയിക്കാനുണ്ടാകില്ല ആളുകളായിട്ട് എന്ന ട്രോള് നേരത്തെ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്ന കാലത്ത് സോഷ്യൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. എൻ്റേതായിട്ടല്ല, പലരും ട്രോൾ ചെയ്യുന്നുണ്ടായിരുന്നു. അതിപ്പോൾ ഏതാണ്ട് അങ്ങനെ ട്രോൾ ചെയ്ത ആളുകൾക്ക് ശരിയാണോ എന്ന് തോന്നുന്നത് പോലെയാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഇപ്പോൾ പക്ഷേ നമ്മൾ മൊത്തം കാണുമ്പോൾ ഈ അലാക്കിൻ്റെ അവിലും കഞ്ഞി എന്ന് പറയും, വടക്കോട്ട് കോഴിക്കോട് ഭാഗത്തൊക്കെ പറയും, ആകെപ്പാടെ ചളകുളമായിട്ട് നിൽക്കുകയാണ്. അതുപോലെയാണ് ഇപ്പോൾ നമ്മളിത് കാണുന്നത്. ഇപ്പോൾ ആരും നയിക്കാൻ നമ്മൾ സാധാരണഗതിയിൽ പ്രതീക്ഷിച്ചിരുന്ന ആളുകളൊന്നും മുന്നോട്ട് വരുന്നതായിട്ട് കാണുന്നില്ല. പക്ഷേ ഇതിനകത്ത് ഒരു കാര്യമുള്ള, ശ്വേതാ മേനോൻ ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരുടെ ആണല്ലോ
അവരാണ് മുന്നിട്ട് നിൽക്കുന്നത് ജഗദീഷ് മാറിക്കഴിഞ്ഞാൽ. ശ്വേതാ മേനോൻ നല്ല 10-35 വർഷമായിട്ട് സിനിമ മേഖലയിലുള്ള ആളാണ്. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സിനിമയിലേക്ക് വന്ന ആളാണ്. ഇത്രയും കാലം മലയാള സിനിമയിലെ ഇൻഡസ്ട്രിക്കൊപ്പം നടന്നതാണ്. ഈ പറഞ്ഞ പ്രധാനപ്പെട്ട സൂപ്പർ താരങ്ങളുടെ നായികയായിട്ടും മറ്റുമൊക്കെ അഭിനയിച്ചാണ്. ഈ സംഘടനക്കകത്ത് കാര്യങ്ങളും മറ്റുമൊക്കെ വ്യക്തിപരമായിട്ടൊക്കെ അറിയുന്ന ആളാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഇത് ചർച്ച ചെയ്യുമ്പോൾ ഈ പ്രധാനപ്പെട്ടൊരു മോഹൻലാലൊക്കെ മാറി നിൽക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു ആശങ്കയായിട്ട് കണ്ടിരുന്നത് നമ്മൾ കരുതുന്ന പോലെയല്ല. ഇത് ഒരുപാട് ആളുകൾക്ക്, അതായത് ഒരു കാലത്ത് നല്ല സിനിമയൊക്കെ ഉണ്ടായിട്ട് പിന്നീട് പിന്നോട്ട് പോയിട്ട് ജീവിക്കാനുള്ള സാഹചര്യങ്ങളില്ലാത്ത ഒരുപാട് പ്രായം ചെന്ന ആളുകൾക്ക് കൈനീട്ടം എന്നൊക്കെ പറഞ്ഞ് പൈസ കൊടുക്കുന്ന ഒരു സംവിധാനം കൂടിയാണിത്. അതിനുള്ള ഫണ്ട് സമാഹരിക്കുന്നത് ഇവർ എല്ലാ താരങ്ങളും ചേർന്നിട്ട് ഈ സ്റ്റേജ് ഷോയും മറ്റുമൊക്കെ നടത്തിയിട്ടും പല പരിപാടികളിലൂടെയാണ്. അപ്പോൾ അത്തരത്തിലുള്ള നമ്മുടെ പദ്ധതികൾ മുടങ്ങിപ്പോകുമോ എന്ന ആശങ്ക അതിൽ പല ആളുകൾക്കും ഉണ്ടായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പ്രാപ്തിയായിട്ടുള്ള ഒരാളായിട്ടാണ് നമ്മൾ ദൂരെ നോക്കുമ്പോൾ കാണുക. കാരണം ഇത്രയും 10-35 വർഷമായിട്ട് സിനിമയിലുള്ള ഒരാളാണല്ലോ. ശ്വേതാ മേനോൻ ഒരു വനിതാ അമ്മ പോലുള്ളൊരു സംഘടനയുടെ തലപ്പത്തേക്ക് വരുന്നത് എന്തായാലും നല്ലത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ അപ്പോഴും നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ഭാഗത്തേക്ക് എത്തിയിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു. അതായത് എന്താ സംഭവിക്കുന്നതെന്ന് ശരിക്കും പിക്ചർ തെളിയാത്തതുപോലെ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ അലാക്കിൻ്റെ അവിലും കഞ്ഞിയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്, അങ്ങോട്ട് ക്ലിയർ ആയിട്ടില്ല എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത്. എന്ന് മാത്രമല്ല, ഇതിനകത്ത് രാഷ്ട്രീയമായിട്ടുള്ള താല്പര്യങ്ങൾ ഉണ്ടാകില്ല, രാഷ്ട്രീയ കക്ഷികൾക്ക് അവരുടെ താല്പര്യങ്ങൾ ഉണ്ടാകില്ല എന്ന് നമ്മൾ വിചാരിക്കരുതല്ലോ. കാരണം നേരത്തെ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് മുക്തമാണ് ഒരളവ് വരെയെങ്കിലും, പക്ഷേ പ്രധാനപ്പെട്ട രാഷ്ട്രീയമായിട്ട് ബന്ധമുള്ള ആളുകളൊക്കെ അതിൻ്റെ തലപ്പത്ത് എല്ലായ്പ്പോഴും ഉണ്ടായിരുന്നു. പിന്നെ അവരതിനകത്തൊരു വലിയ സമവായം ഉണ്ടാക്കിയിട്ട് മറ്റേതെങ്കിലും ഒരു സംഘടനയിലൊന്നും ഇല്ലാത്ത വിധമുള്ള സമവായം ഉണ്ടായിട്ട് ഇതിനെ കൊണ്ടുപോവുകയായിരുന്നു പതിവ്. ഇത്തവണ അതിനകത്ത് എന്താണ് നടക്കുന്നതെന്നത് കുറച്ചുകൂടെ കഴിഞ്ഞാലേ വ്യക്തമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ആ നിലക്കുള്ളൊരു കാര്യം അവിടെയുണ്ട്. 2, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ വന്നിട്ട് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ വല്ലാത്ത തോതിൽ ഉപദ്രവിക്കപ്പെട്ട സംഭവങ്ങൾ പുറത്തായതിനെ തുടർന്നാണല്ലോ ഈ അമ്മയിൽ നിന്ന് WCC മാറിപ്പോകുന്നത്. WCCയുടെ പ്രശ്നം എന്താ വെച്ചാൽ അവരൊരു സംഘടനയായിട്ടല്ല, അവരൊരു പ്രതികരണ തൊഴിലാളികളായിട്ട് അല്ലെങ്കിൽ പ്രതികരണ കൂട്ടമായിട്ട് തുടരാനാണ് അവർ തീരുമാനിച്ചിരിക്കുന്നത്. സംഘടനയുടെ പണിയെടുക്കാൻ സംഘടന തന്നെ വേണം. WCC എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെതിരെ പ്രതികരിക്കാൻ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടാനായിട്ടുള്ള ഒരു ടീമായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കണം. അവരെ കൊണ്ട് ആ ഗുണമേ ഉണ്ടാവും, അതൊരു തെറ്റായ കാര്യമല്ല. പക്ഷേ നമ്മൾ ആദ്യകാലത്ത് അതിനെ അനുകൂലിച്ചുകൊണ്ടിരുന്ന പോലുള്ള ഒരു അനുകൂല അഭിനന്ദന മനോഭാവം അവർക്ക് കൊടുക്കേണ്ടുന്ന സാഹചര്യം ഇപ്പോൾ ഇല്ല. കാരണം അവർ വെറും ആ തരത്തിൽ അതിനപ്പുറത്തേക്ക് അധ്വാനിക്കാൻ വയ്യ എന്ന മട്ടിൽ മാറി നിൽക്കുകയാണ്. അവർക്ക് അതിൻ്റേതായിട്ടുള്ള കാരണങ്ങളുണ്ടാവും. സംഘടനയ്ക്ക് സംഘടന തന്നെ വേണം. ഏത് ജോലി ചെയ്യുന്ന ആളുകൾക്കിടയിലും സംഘടനയുണ്ട്, സംഘടന കൊണ്ട് അതിൻ്റെ ഗുണമുണ്ടാവും. സംഘടിച്ച് തന്നെ വേണം ശക്തരാകാൻ. അതുകൊണ്ട് തന്നെ ഈ അമ്മ ആ നിലക്ക് ശക്തിയായിട്ട് നിലനിൽക്കുക തന്നെയാണ് വേണ്ടത്. ഇപ്പം ജോയ് മാത്യുവിനെ പോലെയൊക്കെ രാഷ്ട്രീയമായിട്ടൊക്കെ വലിയ ധാരണകളൊക്കെയുള്ള എന്ത് കാര്യങ്ങൾ വേണമെങ്കിലും മുൻനിർത്തി ചെയ്തു കളയാമെന്ന വലിയ ധാരണയുള്ള, അല്ല രാഷ്ട്രീയമായിട്ട് വലിയ ധാരണയൊക്കെ പറയുന്ന എന്ത് കാര്യവും ഉറച്ച് ചെയ്യാൻ നല്ല ധീരനാണെന്നൊക്കെ പ്രകടിപ്പിക്കുന്ന ഒരാളുടെ സേവനം അമ്മയ്ക്ക് കിട്ടുന്നില്ല എന്നൊരു പ്രശ്നം ഇപ്പോൾ ഉണ്ട്. പക്ഷേ എന്നാലും അത് നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. റൈറ്റ്. എനിക്ക് തോന്നുന്നത് സരീഷ്, ഇപ്പോൾ ഈ ആരോപണ വിധേയർ അങ്ങനെയുള്ള ഇപ്പം നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനകത്ത് ആരോപണ വിധേയരല്ലാത്ത ആരെ കിട്ടും എന്നുള്ളൊരു പ്രശ്നം ഒഴിവാകുകയാണ്. ഇപ്പോൾ ശ്വേതാ മേനോൻ വരുന്നു മുമ്പോട്ട്, ജഗദീഷ് മത്സരിക്കും, ഇവരൊന്നും ആരോപണ വിധേയരൊന്നുമല്ല. അപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അവരൊരു സമവായം ഉണ്ടാവുകയും എനിക്ക് തോന്നുന്നു ഈ വിഷയത്തിൽ മിക്കവാറും ജഗദീഷൊക്കെ പറയുന്നത് പോലെ പ്രധാനപ്പെട്ട താരങ്ങളൊക്കെ ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിയും ഒക്കെ ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒരു അഭിപ്രായം പറയുകയോ ഇടപെടുകയോ ചെയ്യും. അവസാന ഘട്ടമാകുമ്പോൾ 31-ാം തീയതിയാണ് ഇതിൻ്റെ പത്രിക പിൻവലിക്കേണ്ട സമയം. അപ്പോൾ അതോടെയാണ് യഥാർത്ഥത്തിൽ ചിത്രം തെളിയുക. ഇവരുടെ ഒരു ഇടപെടലൊക്കെ ഉണ്ടാകും. മിക്കവാറും ശ്വേതാ മേനോൻ ആ സ്ഥാനത്തേക്ക് വരാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ തിരിച്ചടി ഉണ്ടായി. പ്രത്യേകിച്ച് ഈ സ്ത്രീകളോടുള്ള പെരുമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ വലിയ ചീത്തപ്പേര് സംഘടനയടക്കം അല്ലെങ്കിൽ ഈ സംഘടനയിൽ ഉൾപ്പെടുന്നവരടക്കം വല്ലാതെ നേരിടുന്ന ഒരു സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു മാറ്റം നമുക്ക് ആലോചിച്ചാൽ എന്താണ് എന്ന് വേണമെങ്കിൽ കരുതിക്കൂടാകില്ല. മാത്രമല്ല ശ്വേതാ മേനോനെ സംബന്ധിച്ചിടത്തോളം ഇവരെല്ലാവരുമായി അടുത്ത ബന്ധം പുലർത്തുന്ന ആളുമാണ്. മാത്രമല്ല ജഗദീഷ് ഇങ്ങനെ ഒരു സമീപനം സ്വീകരിച്ചിരിക്കുന്നതും വളരെ ഒരു പുരോഗമനപരമെന്നോ കൊള്ളാവുന്ന ഒരു തീരുമാനമെന്നോ ഒക്കെ വേണമെങ്കിൽ ആ സംഘടനയുടെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ നമുക്ക് പറയാൻ കഴിയും. അതിനുശേഷം ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്കാണെങ്കിലും രവീന്ദ്രനെ പോലെയുള്ള ആളുകളൊക്കെ മത്സരിക്കുന്നു. എനിക്ക് തോന്നുന്നത് ആരോപണ വിധേയരല്ലാത്തവർ ഒരുപക്ഷെ ചിത്രത്തിലേക്ക് വന്നേക്കാം എന്ന് തന്നെയാണ്. അങ്ങനെ ഒരു സമവായത്തിലേക്കോ അല്ലെങ്കിൽ അങ്ങനെ ചില നിർദ്ദേശങ്ങളിലേക്കോ മുതിർന്ന താരങ്ങൾ എത്തിയേക്കാം. പിന്നെ ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യമൊക്കെ വെച്ച് എങ്ങനെയാണ് ഇതൊക്കെ ഇനി പരുവപ്പെടുക, അത്തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകുമോ എന്നുള്ളതൊക്കെ നമ്മൾ കാത്തിരുന്ന് കാണണം. എന്തായാലും ശക്തമായ ആവശ്യം ഇപ്പോൾ ആജീവനാന്ത മെമ്പർ ആണ് മല്ലികാ സുകുമാരനൊക്കെ ഈ ആരോപണ വിധേയർ മാറി നിൽക്കണമെന്നുള്ള നിലപാട് ആവർത്തിച്ച് ആവശ്യപ്പെടുന്നു. അതിൽ ഏറ്റവും കൗതുകകരമായി എനിക്ക് തോന്നിയ വിജയബാബുവിൻ്റെയാണ്. വിജയബാബു പറഞ്ഞാൽ എനിക്കെതിരെ ആരോപണം ഉണ്ടായി, ഞാൻ മാറി നിൽക്കും. അങ്ങനെ വേണം ഒരു സമീപനം സ്വീകരിക്കാൻ എന്നാണ് വിജയബാബു പറയുന്നത്. അങ്ങനെയാണെങ്കിൽ
തരക്കേടില്ലാതെ നമുക്ക് എന്താണ് സഹകരിക്കാൻ പറ്റുന്ന ഒരു സംഘടനയൊക്കെ ആയി, അല്ലെങ്കിൽ നിലനിൽക്കേണ്ടതാണ്. എന്താണ് അമ്മ സംഘടന എന്ന് തന്നെ പറയാവുന്ന, അല്ലെങ്കിൽ AMM എന്നൊക്കെ ചിലർ പറയുന്നത് കേൾക്കാമല്ലോ. ആ മട്ടിലൊന്നും അല്ലാതെ നമുക്ക് എന്താണ് ഈ സംഘടനയെക്കുറിച്ച് നമുക്ക് തുടർന്ന് ചർച്ചകൾ കൊണ്ടുപോവുകയും ചെയ്യാം. ഏറ്റവും മഹത്തരമായ ഒരു വാക്കിലൂടെയാണ് മലയാള താരസംഘടനയെ അവർ തന്നെ വിശേഷിപ്പിക്കുന്നത്, അമ്മ. പക്ഷേ ആ വാക്ക് ഉൾക്കൊള്ളുന്ന കരുതലിനെ തള്ളും വിധമുള്ള ആരോപണങ്ങൾ പലപ്പോഴായി സംഘടനയ്ക്കെതിരെ ഉയർന്നു. ആ പഴികളെയെല്ലാം നീക്കാൻ അമ്മയുടെ ഇത്തവണത്തെ ഭാരവാഹി തെരഞ്ഞെടുപ്പിലൂടെ സാധിക്കട്ടെ. ഒരു സ്ത്രീ തന്നെ ആ സംഘടനയെ നയിക്കാൻ എത്തിയാലും ഇല്ലെങ്കിലും തുല്യനീതി ഉയർത്തിപ്പിടിച്ച് നിലകൊള്ളാനും നിലപാടുകൾ എടുക്കാനും ഇനിയെങ്കിലും താരസംഘടനയ്ക്ക് ആവട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്ത വിഷയത്തിലേക്ക്.